ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തക്കാളിക്ക രസം വെക്കാം. അപ്പം ഈ തക്കാളിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 തക്കാളിക്ക ഉണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ വേണം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നന്നായി വേവിച്ചെടുക്കണം. ഞാനിത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്ത് വരാം. എന്നിട്ട് നമുക്ക് തക്കാളിക്ക രസം വെക്കാം. തക്കാളിക്ക എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിലേക്ക് വെക്കാം. പച്ചമുളകും തക്കാളിക്കായും ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കണം. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു 3 ടീസ്പൂൺ ജീരകം, ഇച്ചിരി അധികം വേണം. ജീരകവും കുരുമുളകും വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പം ഒരു 3 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി വേണം. അപ്പോൾ ഇതിവിടെ ചെറിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് വൃത്തിയാക്കിയപ്പോൾ തൊലിയൊന്നും അധികം കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അത് കുറച്ചധികം വേണം വെളുത്തുള്ളി. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ എടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അപ്പം നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാം. നമ്മുടെ തക്കാളിക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വരണം. ഇനി നമുക്ക് അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ചട്ടി വെക്കാം. ഇനി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു പിടി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള അരപ്പ് നമ്മൾ കാണിച്ചായിരുന്നു. ആ വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ അരപ്പെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് കുറച്ച് 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിനുള്ള മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. വെള്ളമെല്ലാം ഒഴിച്ച് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ പിഴുപുളിയൊന്നും ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിക്ക രസം ആയതുകൊണ്ട് തന്നെ തക്കാളിയിൽ നിന്ന് തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം.
കുറച്ചുകൂടെ ഉപ്പ് വേണം. കുറച്ചുകൂടെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. സ്വാദിഷ്ടമായ തക്കാളിക്ക രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.